ഇന്നാണ് ചേച്ചിയെ പെണ്ണ് കാണാൻ അവർ വരുന്നത്. അതിൻ്റെ സന്തോഷത്തിലാണ് അമ്മയും ഞാനും ചേച്ചിയും. ഒരു ചൊവ്വാദോഷത്തിൻ്റെ പേരും പറഞ്ഞ് അവളുടെ എത്ര വിവാഹാലോചനകൾ മുടങ്ങിയെന്നോ? അല്ല, മുടങ്ങിയതല്ല, മുടക്കിയതാ. ഞങ്ങൾക്കുള്ള 2 അമ്മാവന്മാർ. പെൺമക്കളെ കെട്ടിച്ചു വിടാൻ നേരം സ്വാഭാവികമായും അമ്മയുടെ ഷെയർ തരണമല്ലോ. അതുതന്നെയാ കാരണം. പക്ഷെ ഇത്തവണ എന്ത് വന്നാലും ചേച്ചിയുടെ വിവാഹകാര്യത്തിൽ ഒരു തീരുമാനമാക്കും. കൂട്ടുകാരി രമ്യയോട് പറഞ്ഞുകൊണ്ട് വീടിനടുത്തുള്ള വഴിയിലേക്ക് തിരിഞ്ഞു പാർവതി. പുത്തെഴുത്തുകാരല്ലേ വരാൻ പോണത്? ആ ദേവന്റെ ഏട്ടൻ ഹരി? രമ്യ ചോദിച്ചു. ആ, ആകെ ഒരു കുഴപ്പമേ ഉള്ളൂ ഹരിയേട്ടന്. പാർവതി വലിയ താല്പര്യമില്ലാതെ പറഞ്ഞു. നിന്റെ പഴയ ക്രഷല്ലേ ദേവൻ? രമ്യ കളിയോടെ ചിരിച്ചു. ദേ, ഒരു ചവിട്ട് തന്നാൽ ഗീതേച്ചിയുടെ പറമ്പിൽ പോയി കിടക്കും, പറഞ്ഞേക്കാം. അവൾ പറഞ്ഞത് പിടിക്കാതെ പാർവതി ചവിട്ടി കുലുക്കി മുന്നേ നടന്നു. ആ പിണങ്ങല്ലേ പാറു? അവൾക്ക് പിറകെ രമ്യയും. കളിയും ചിരിയുമായി വീടെത്തി. പിന്നെ വന്ന് വിശേഷങ്ങൾ അറിയാം എന്ന് പറഞ്ഞ് രമ്യ പോയി. പാറു അകത്തേക്ക് കയറുമ്പോൾ തന്നെ കണ്ടു മുറ്റത്ത് അമ്മാവന്മാരുടെ ചെരുപ്പ്. ഹോ, എഴുന്നള്ളിയിട്ടുണ്ട്. അവൾ പിറുപിറുത്തുകൊണ്ട് അകത്തേക്ക് കയറി. ഇത്ര ധൃതി പിടിച്ച് കല്യാണം നടത്തേണ്ട ആവശ്യമുണ്ടോ സാവിത്രി? മൂത്തമ്മാവനാണ്. അമ്മ ഒന്നും മിണ്ടാതെ അടുത്ത് നിൽപ്പുണ്ട്. അമ്മയ്ക്ക് പിറകിൽ ചേച്ചിയും. എൻ്റെ മുഖഭാവം മാറുന്നത് കൊണ്ടാവണം അമ്മ കണ്ണു ചുരുക്കി ഒന്നും മിണ്ടല്ലേ എന്ന് കാണിക്കുന്നുണ്ട് ചേച്ചിയും. ഇതിപ്പോ എടുപിടി എന്നായാൽ ചിലവൊക്കെ എങ്ങനെയാണ്? ഇളയമ്മാവനാണ്. അമ്മാവൻ ഇത്ര ടെൻഷൻ അടിക്കാൻ സംഭാവനയും ചോദിച്ച് ഞങ്ങൾ കണ്ണേറ്റിയിലേക്ക് വന്നില്ലല്ലോ, പാർവതി പറഞ്ഞു. ഹോ, ഇവിടെ ഉണ്ടായിരുന്നോ തൻ്റെ അടി? മൂത്തമ്മാവൻ്റെ കോംപ്ലിമെൻ്ററിയാണ്. ഉവ്, അമ്മാവൻ അമ്മയുടെ ചെവി തിന്നുന്നത് കൊണ്ട് കാണാഞ്ഞതാ. പാറുവും വിട്ടില്ല. അഹങ്കാരി. അയാൾ പല്ല് ഞെരിച്ചു. പാറു അകത്തേക്ക് പോ. ലച്ചു, അവളെ കൊണ്ടോ. അല്ലേലും ഈ അമ്മ ഒന്നിനും സമ്മതിക്കൂല. പാറു മുഖം വീർപ്പിച്ചു പോയി. എൻ്റെ പാറു, നീ ഇങ്ങനെയൊന്നും തുടങ്ങല്ലേ. ഒന്നില്ലേലും അത് നമ്മുടെ അമ്മാവനല്ലേ. പാറു ലച്ചുവിനെ അടിമുടി നോക്കി. ഇന്ന് പെണ്ണ് കാണലല്ലേ, അതുകൊണ്ടൊന്നും പറയുന്നില്ല, പോയേ. പാറു ഉന്തിത്തള്ളി വിട്ടവളെ. പേര് പോലെ ലക്ഷ്മിയാണ് അവൾ. ഒരു പാവം പൂച്ച. പൂച്ചയെന്ന് വിളിക്കാൻ കാരണം ഉണ്ട്. ഇന്ന് കാണാൻ വരുന്ന ഹരിയേട്ടനുമായി ഇഷ്ടത്തിലാണ് പുള്ളിക്കാരി. ഇവിടെ LP സ്കൂളിലെ ടീച്ചറാണ് ചേച്ചി. ഏട്ടൻ ടൗണിൽ ഒരു ടെക്സ്റ്റൈൽസ് നടത്തുന്നുണ്ട്. അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടതാണ് രണ്ടും. ഒരിക്കൽ രണ്ടിനെയും കയ്യോടെ ഇങ്ങ് പിടിച്ചു. പിന്നെയുള്ള തിരക്കഥയാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെയാണ് ഇത് നടക്കുമെന്ന് ഉറപ്പുള്ളതും. അത്യാവശ്യം ജീവിക്കാനുള്ള വിദ്യാഭ്യാസവും ജോലിയും ഞങ്ങൾക്ക് 2 പേർക്കും ഉള്ളതുകൊണ്ട് ആ ഒരു ടെൻഷനില്ല. പാറു ഓരോന്ന് ആലോചിച്ചുകൊണ്ട് കിടന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചേച്ചിയെ കാണുവാനുള്ളവർ വന്നു. അമ്മാവന്മാർ സ്വീകരിച്ച് ഇരുത്തിയിട്ടുണ്ട്. എപ്പോഴാണോ തിരി കൊളുത്തി ആരംഭിക്കുന്നത്. പയ്യൻ എന്താ ചെയ്യണേ ജോലി? മൂത്തമ്മാവൻ വലിയ കാര്യത്തിൽ ചോദിച്ചു. ഇവിടെ ടൗണിലൊരു ഗാർമെൻറ്റ്സ് ഷോപ്പുണ്ട്, ഹരി ഭവ്യനായി പറഞ്ഞു. പാറമോൾക്ക് എവിടെയാണ് ജോലി? ഹരിയുടെ അച്ഛനാണ്. എനിക്ക് പ്രൈവറ്റ് ബാങ്കിൽ അക്കൗണ്ടൻ്റ് ആണെങ്കിൽ, പാറു പറഞ്ഞു. ഇത് ഹരിയുടെ ഇളയതാണ്, ദേവൻ. ഹരിയുടെ അച്ഛൻ ദേവനെ ചൂണ്ടിക്കാട്ടി. അല്പം വളർന്നിറങ്ങിയ താടിയും മുടിയൊക്കെ അമ്മാവന്മാർ നോക്കുന്നുണ്ട്. അവന് യാതൊരു കൂസലുമില്ല. ഇയാൾക്കെന്താ ജോലി? ഇളയ അമ്മാവൻ്റെ മുഖത്ത് ഒരു പുച്ഛം. ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാ, അവൻ വലിയ താല്പര്യമില്ലാതെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് കൂലിത്തല്ലാണെന്നാണല്ലോ. അമ്മാവൻ പറയുമ്പോൾ ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അമ്മാവൻ്റെ ചോര കുടിക്കുമെന്ന മട്ടിലാണ് ഇരിപ്പ്. ഹരിയേട്ടനും അച്ഛനും വല്ലായികയോടെ മുഖം കുനിച്ചു. അങ്ങനെ കൂലിക്ക് തല്ലാറൊന്നും ഇല്ലമ്മാവാ. വേണ്ട വേണ്ടാന്ന് വെച്ചാലും താ എന്ന് ചോദിക്കുന്നവർക്ക് കൊടുക്കാതെ ഇരിക്കുന്നത് എങ്ങനെ? അത്രേ ഉള്ളൂ. അവൻ ഷർട്ടിൻ്റെ കൈ കുറച്ചുകൂടി തെറുത്തുകൊണ്ട് പറഞ്ഞു. ഇളയമ്മാവനും മതിയായി എന്ന് തോന്നുന്നു. ചേച്ചിയെയും ഹരിയേട്ടനെയും അല്പനേരം തനിച്ച് സംസാരിക്കാൻ വിട്ടു. അപ്പോൾ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ആ സ്ഥിതിക്ക് നമുക്ക് എത്രയും വേഗം തീയതി നിശ്ചയിക്കാം. ഹരിയേട്ടൻ്റെ അച്ഛനാണ്. അങ്ങനെയെല്ലാം നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? മൂത്തമ്മാവനാണ്. അമ്മാവൻ പറയുന്നത് കേട്ടുകൊണ്ടാണ് ചേച്ചിയും ഏട്ടനും വന്നത്. പെണ്ണിപ്പോൾ കരയും എന്നതുപോലെ ആയിട്ടുണ്ട് അമ്മയും. ഇവനെ പോലെ ഒരു തെമ്മാടി ഉള്ളിടത്തേക്ക് എന്ത് വിശ്വസിച്ചാ ഞങ്ങൾ ഞങ്ങളുടെ കുട്ടി അയക്കുക? അതും തള്ള പോലും ഇല്ലാത്ത ഇടത്തേക്ക്. ഇളയമ്മാവൻ ദേവനെ നോക്കി. അവനാണേ ഇപ്പോൾ തല്ലും എന്ന മട്ടിലും. അച്ഛൻ കയ്യിൽ പിടിച്ചു വെച്ചേക്കുന്നത് കൊണ്ട് തല്ലുന്നില്ല എന്ന് മാത്രം. അത് അമ്മാവനല്ല തീരുമാനിക്കേണ്ടത്. പെട്ടെന്നാണ് പാറു ഇടയിൽ കയറി പറഞ്ഞത്. പിന്നെ നീയാണോ? അതെ, ഞാൻ തന്നെയാ. ഇതുവരെ ഞങ്ങളുടെ ഒരു കാര്യവും അന്വേഷിക്കാത്ത ആൾക്കാർ ഇതിലും അഭിപ്രായം പറയണ്ട. ലച്ചേച്ചിക്ക് ഹരിയേട്ടനെ ഇഷ്ടമായി,
ഏട്ടന് ചേച്ചിയും ഒന്നിച്ച് ജീവിക്കുന്നതും അവരാ, അത് മതി. ഈ വിവാഹം നടക്കും, ഇതേ നടക്കൂ. താല്പര്യമില്ലാത്തവർക്ക് പോകാം, പാറു തീർത്തും പറഞ്ഞു. പാറു, അമ്മയാണ്. അമ്മയൊന്ന് ചുമ്മാതിരിയമ്മേ, കുറേ ആയി ക്ഷമിക്കുന്നു. ആദ്യം നമ്മളെ ആയിരുന്നു, ഇപ്പൊ വീട്ടിൽ വരുന്നവരോട് മോശമായി പറയാൻ തുടങ്ങി. ഇനി മിണ്ടാതിരിക്കാൻ വയ്യ. പാറു രണ്ടും കൽപ്പിച്ചു എന്ന മട്ടിലാണ്. അഹങ്കാരി. സാവിത്രി, ഞങ്ങൾ ഇറങ്ങാം, ഇനി വരില്ല ഇങ്ങോട്ട്. അവർ ഇറങ്ങിപ്പോയി. ഏട്ടാ, അവരുടെ പിറകെ പോകാൻ നിന്ന സാവിത്രിയെ പാറു പിടിച്ചു വെച്ചു. നിങ്ങൾ ക്ഷമിക്കണം, അമ്മാവന്മാർ അങ്ങനെയാണ്, പാറു പറഞ്ഞു. അവൾ ദേവനെയും നോക്കിയാണ് പറഞ്ഞത്. അവൻ വേഗം മുഖം തിരിച്ചു. അവളും, എങ്കിൽ പിന്നെ എത്രയും പെട്ടെന്ന് ഉള്ള തീയതി തന്നെ നോക്കാം നമുക്ക്. അങ്ങനെ ആവട്ടെ. അവർ യാത്ര പറഞ്ഞിറങ്ങി. പോകും വഴി ഹരി ലച്ചുവിനെ നോക്കുമ്പോൾ അവളാകെ പൂത്തുലഞ്ഞു നിൽപ്പാണ്. അവളെ കളിയാക്കിക്കൊണ്ട് പാറു നേരെ നോക്കിയത് ദേവനെയാണ്. ദേവൻ അവളെ ചെറഞ്ഞു നോക്കി. അവളും തിരിച്ചങ്ങനെ തന്നെ. എന്നാലും എൻ്റെ പാറു, നിനക്ക് അവനോട് എന്താടി ഇത്ര ദേഷ്യം? പണ്ട് നീ ഇഷ്ടം പറഞ്ഞപ്പോൾ വേണ്ടാന്ന് പറഞ്ഞതിൻ്റെ ആണോ? പിറ്റേന്ന് രാവിലെ രമ്യയോട് ഇന്നലത്തെ കാര്യങ്ങൾ പറയുമ്പോൾ രമ്യ തിരികെ ചോദിച്ചു. അവൾ ചോദിക്കുമ്പോൾ പാറുവും അത് ആലോചിച്ചു. പണ്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സ്കൂളിലെ പഠിക്കാൻ മിടുക്കനായ എന്നാൽ മറ്റുള്ളവരുടെ പേടി സ്വപ്നമായ പുത്തേഴത്തെ ദേവനോട് പ്രണയം തോന്നുന്നത്. കുറേ നാൾ മനസ്സിൽ കൊണ്ടു നടന്നു. പിന്നെ അത് അവനോട് തന്നെ നേരിട്ട് പറഞ്ഞു. പക്ഷെ അവൻ്റെ മറുപടി കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് കാരണത്തടിച്ചുകൊണ്ടായിരുന്നു. അത് പോട്ടെ എന്ന് വെക്കാം. അവൻ്റെ കൂടെ പഠിക്കുന്ന ഒരു പെണ്ണുമായി എൻ്റെ മുന്നിൽ കൂടി അവൻ്റെ ഒരു ഷോ ഓഫ് ഉണ്ട്. അതാണ് സഹിക്കാൻ പറ്റാത്തത്. അന്ന് മുതൽ ഈ പിശാചിനെ കാണുന്നതേ ഇഷ്ടമല്ല, പാറു പറഞ്ഞു. ആണോ? ശരിക്കും ഇഷ്ടമാണല്ലേ പാറു? പിന്നെ ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഈ കണ്ണിൽ എന്താ ഇത്ര പിടപ്പ്? അന്നേരം ഒന്നും പറയാതെ അവൾ മുഖം തിരിച്ചു. ഹലോ പാറു, ഓഫീസിലിരിക്കുമ്പോഴാണ് ലച്ചേച്ചി വിളിക്കണേ. ദേവന് ഒരു ആക്സിഡൻറ്റ്. കേട്ടതും കയ്യും കാലും തളരുന്ന പോലെയായി. എങ്ങനെയൊക്കെയോ ഒരു ഓട്ടോ വിളിച്ച് ഹോസ്പിറ്റലിലെത്തി. കാലിന് ഫ്രാക്ചറുണ്ട്, അതുകൊണ്ട് റൂമിലേക്ക് മാറ്റിയിരുന്നു. പാറുവിന് സങ്കടം സഹിക്കാൻ വയ്യായിരുന്നു. ഇപ്പോഴാണ് അവൾ അവനെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത്. മോളെ, ഞങ്ങൾ അവനുള്ള ഫുഡും മരുന്നും വാങ്ങി വരാം. മോൾ അവൻ്റെ ഒപ്പം കുറച്ചു നേരം ഇരിക്കണേ. ഹരി അവളെ ഏൽപ്പിച്ചു കൊടുത്ത് പുറത്തേക്കിറങ്ങി. അവൾ അവനെ നോക്കിയിരുന്നു. അവൻ നല്ല ഉറക്കമാണ്. ദേവാ, അവൾ അവനെ നോക്കിയിരുന്നു. എന്താ ദേവാ നീ എന്നെ ഇഷ്ടപ്പെടാത്തേ? എനിക്ക് എന്തിഷ്ടമാണെന്നോ നിന്നെ? ഒരു തവണയെങ്കിലും നീ സ്നേഹത്തോടെ നോക്കൂ ദേവാ. അവൾ അവൻ്റെ മുടിയിൽ പതിയെ തലോടി. പിന്നെ അവനെ ശല്യം ചെയ്യണ്ട എന്ന് കരുതി അവൾ എണീറ്റു. പക്ഷെ അപ്പോഴേക്കും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. അവൾ ഞെട്ടലോടെ അവനെ നോക്കി. നീ ഇപ്പോൾ പറഞ്ഞതൊക്കെ സത്യമാണോ? അവൻ ചോദിച്ചു. എന്ത്? എന്നെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ? അവൻ്റെ മുഖത്ത് ഒരു കള്ളച്ചിരിയായിരുന്നു. അവളൊന്നും മിണ്ടാതെ അവനിൽ നിന്ന് കൈ വിടുവിച്ചു. ഹാ, പറഞ്ഞിട്ട് പോടി. നിനക്കിപ്പോഴും എന്നെ ഇഷ്ടമാണോ? അവൻ ചോദിച്ചു. നിനക്കെന്നാ എൻ്റെ ഇഷ്ടം മനസ്സിലായിട്ടുള്ളത്? ഒരിക്കലത് പറഞ്ഞതിനല്ലേ നീ എൻ്റെ കരണം അടിച്ച് പൊട്ടിച്ചേ? പോരാത്തതിന് ആ പെണ്ണിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവളെ കൊണ്ട് എന്തൊക്കെയായിരുന്നു. സങ്കടവും ദേഷ്യവും ഇടകലർത്തിയ ആക്ഷൻ കാണിച്ച് അവൾ പറയുമ്പോൾ അവൻ ചിരി കടിച്ചു പിടിച്ചു. എന്താടാ, നീ എന്നെ കളിയാക്കാണോ? അവൾ ദേഷ്യം പിടിച്ചു. ഏയ്, ഈ പൊട്ടിത്തെറിച്ച് നടക്കുന്ന സ്വഭാവം ഇപ്പോഴും ഉണ്ടോ എന്ന് നോക്കിയതാ. അവൻ കുറുമ്പോട് ചോദിച്ചു. അവൾ മുഖം വെട്ടിച്ചിരുന്നു. പാറു. അവൻ്റെ ശബ്ദം ആർദ്രമായി. അവളും തിരിഞ്ഞു നോക്കി. അന്ന് സ്നേഹിച്ച പോലെ സ്നേഹിക്കാമോടി നിനക്കെന്നെ ഇനിയെന്നും? അവൻ ചോദിക്കുമ്പോൾ അവൾ കണ്ണു മിഴിച്ചിരുന്നു. എന്താ നീ ഇങ്ങനെ നോക്കുന്നേ? നീ പറയും മുമ്പേ എനിക്കറിയാമായിരുന്നു നിനക്കെന്നെ ഇഷ്ടമാണെന്ന്. അന്ന് പക്ഷേ എന്തോ അങ്ങനെ പ്രതികരിച്ചു പോയടി. നിനക്ക് ക്ഷമിച്ചൂടെ? എനിക്ക് വേണം നിന്നെ, ഈ പൊട്ടിത്തെറിയും എല്ലാം എനിക്ക് വേണോടി. തരില്ലേ? അവൻ്റെയും അവളുടെയും കണ്ണുകൾ ഒരേപോലെ നിറഞ്ഞു. അവൾ പുഞ്ചിരിയോടെ അവൻ്റെ കയ്യിൽ ചേർത്ത് പിടിച്ചു. 6 മാസത്തിനു ശേഷം ഒരേ പന്തലിൽ വെച്ച് ലച്ചുവും ഹരിയും പാറുവും ദേവനുമായുള്ള വിവാഹം ഭംഗിയിൽ തന്നെ നടന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.